ഇന്ന് നമുക്ക് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. 5 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, 3 സവാള അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു നുള്ള് കസൂരിമേത്തി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി, 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ. നമുക്ക് മൺചട്ടിയിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കും. ഇതൊരു 3-4 സെക്കൻഡ് ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം മാറി കിട്ടും. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇടാം. ഇത് നന്നായി മൊരിഞ്ഞ് വരണം. ഇത് സവോള നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി പിന്നെ എണ്ണ തെളിയുന്നത് വരെ ഇളക്കണം. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ പകുതിയായിട്ടുള്ളൂ. ഇനി നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഈ സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക്, മല്ലിയില പകുതി കരിവേപ്പില ഇട്ട് നന്നായി ഇളക്കണം. ഇനി ഇത് 2 മിനിറ്റ് നേരം അടച്ചു വെച്ചാൽ വേഗം എണ്ണ തെളിയും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയാൽ മതി, അടി പിടിക്കാൻ പറ്റും. ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ഓരോന്നിട്ടിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് പച്ചമണം പോകുന്ന വരെ ഇളക്കണം. ഒരു 10 സെക്കൻഡൊക്കെ മതിയാവും മണം പോകും. ഇത് മൊരിയാൻ. പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് കുറേശ്ശെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പിടാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ടേസ്റ്റ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ മൂടി തുറന്നു. കുറേ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. മുട്ട ഇങ്ങനെ 2-3 സ്ഥലത്ത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കും. ഇപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം.
ഇതൊരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി എടുത്ത് വെച്ച തേങ്ങാപ്പാൽ ഒഴിക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിക്കാൻ. ഇളക്കി നന്നായി യോജിപ്പിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കസൂരിമെത്തി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കാം. കസൂരിമെത്തി ഇട്ടാൽ നല്ലൊരു മണമാണ്. വേണ്ടവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ മീതെ മല്ലിയിലയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് മുകളിലേക്ക് കുറച്ച് ഒരു നുള്ളു ഗരം മസാല തൂവി